പറയുന്ന മീഡിയ വണ്ണിനോട് എന്താ നരേന്ദ്രമോദി ചെയ്തതെന്ന് അറിയാമോ? മീഡിയ വണ്ണിനോട് മാത്രമല്ല BBC-യോടും ഏഷ്യാനോടൊക്കെ ഉണ്ട്. അതിനാണ് മാധ്യമ ധ്വംസനം എന്ന് പറയുന്നത്, മാധ്യമ സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയുന്നത്. അതിനാണ് മാധ്യമ സ്വാതന്ത്ര്യമില്ലായ്മ. ഇന്ത്യയുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എത്രയാണെന്ന് അറിയോ? സമരം നടത്തി കോടതി ഇടപെട്ടതുകൊണ്ട് ഞാനും മുസ്ലിം മീഡിയ ഉണ്ടല്ലേ ബിജെപിയുടെ പ്രതിനിധികളാണ് ചോദ്യം. ഇത് ഗുജറാത്തല്ല. സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല. നിങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല എന്തിനാണ്? നിങ്ങൾ സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല. ഒരു കവർ, ഒരു സീൽഡ് കവർ കൊടുത്തു. സീൽഡ് കവറിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതി തുറന്നു നോക്കി, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് രാജ്യദ്രോഹമാണ് സുപ്രീം കോടതി തെളിയിച്ചത്? നിങ്ങൾ എന്ത് രാജ്യദ്രോഹം തെളിയിച്ചത്? അത് പറ. മീഡിയ വണ്ണിനെ എന്തിനു പൊട്ടിച്ചത് പറ. മീഡിയ വണ്ണിനെ എന്തിനു പൊട്ടിച്ചു പറ. എന്താ അന്വേഷണം? സുപ്രീം കോടതിയിൽ ഒന്നും പറയാണ്ടായില്ല. ഒന്നും പറയാണ്ടായില്ല. നിങ്ങൾക്ക് ഒന്നും പറയാണ്ടായില്ല. ഞങ്ങളല്ല പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയട്ടെ. ചോദിക്കൂ. ബിജെപിയുടെ പ്രതിനിധികളാണ് ചോദ്യം. നിങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളുടെയും നാമങ്ങൾ മാറ്റുന്നുണ്ട്. അതിന്റെ ഭാഗമായി സുൽത്താൻ ബത്തേരി എന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറബിക്കടലിന്റെ പേര് മാറ്റിയിടാൻ സാധ്യതയുണ്ടോ? അടുത്ത ചോദ്യം പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. നമ്മുടെ എനിക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകണം പ്ലീസ്. ഒരു ബ്രേക്ക്. BJP ഈ രാജ്യത്ത് ചെയ്തത് വളരെ ശാസ്ത്രീയമായ അഴിമതി നടത്തി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 8600 കോടി രൂപ ഇലക്ടറൽ ബോണ്ടാക്കി വാങ്ങി. കോവിഡ് കാലത്ത്, മറ്റൊന്നും ഞാൻ പറയുന്നില്ല, കോവിഡ് കാലത്ത് മൂന്ന് കമ്പനികൾ, മരുന്ന് കമ്പനികൾ. ഞാൻ ചോദിക്കട്ടെ, BJP-ക്കാരാ ബേജാറാവല്ലത്? 460 കോടി രൂപ വിറ്റുവരവുള്ള സാന്റിയാഗോ മാർട്ടിൻ നിങ്ങൾക്ക് 1100 കോടി രൂപ സംഭാവന തന്നു. അതിനാണോ കള്ളപ്പണം എന്ന് പറയാ? ആ കള്ളപ്പണം വാങ്ങിവെച്ചത് BJP ആണോ? ഈ ചോദ്യത്തിന്റെ മറുപടി തരട്ടെന്ന്. സാന്റിയാഗോ മാർട്ടിൻ 460 കോടി രൂപ വിറ്റുവരവുള്ള സമയത്ത് 1100 കോടി രൂപ സംഭാവന കൊടുത്തു. ഈ പൈസക്ക് കള്ളപ്പണം എന്ന് പറയുമോ? ആ കള്ളപ്പണം BJP വാങ്ങിയിട്ടുണ്ടോ? കോൺഗ്രസ് അഴിമതിയുടെ കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്. കോൺഗ്രസ് പൈസ വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെങ്കിൽ കോൺഗ്രസ്സുകാരൻ എന്തിനാ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി? അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും BJP-യും ഒരുപോലെയാണ്. ഇലക്ട്രൽ ബോണ്ട് ഇവിടെ പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇവിടെ പറയുകയും ഇവിടെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഉച്ഛിഷ്ടം പഠിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അഫ്സലെ കേട്ടോ, 2017 സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കണക്ക്, നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 30 ലക്ഷം, ഒരു പൈസ 5 ലക്ഷം, 2019 20 ലക്ഷം, നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 50 ലക്ഷം, 2022 മേഗ ഇൻഫ്രാസ്ട്രക്ചർ 25 ലക്ഷം, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി 5 ലക്ഷം, നാറ്റ്കോ ഫാർമ 25 ലക്ഷം, അരബിന്ദോ ഫാർമ 15 ലക്ഷം. ഇതെങ്ങനെ വന്നു? ഇതിൽ പറയുന്ന മേഘ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നാണ് മോദി ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിയിട്ടുണ്ട്. മേഗ കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന വിധത്തിൽ 1400 കോടി രൂപയാണ് മോഡി വാങ്ങിയത്. മോഡി മാത്രമല്ല, കോൺഗ്രസും പങ്കുവച്ചിട്ടുണ്ട്. ഒരു നയാ പൈസ വാങ്ങിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു 5 പൈസ ഇടതുപക്ഷമോ CPI-എമ്മോ വാങ്ങിയിട്ടില്ല. നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കാൻ ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ വാങ്ങിയോ? ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയിട്ടില്ല. കാശ് വാങ്ങിയോ? ഒറ്റ പൈസ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു പൈസയും വാങ്ങിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ വാങ്ങിയോ ഇല്ല എന്നതിനെ സംബന്ധിച്ച് ഇപ്പോ ചർച്ചക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല.